സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഇന്റഗ്രേഷൻ ഡേ 2 ഓണം എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. അതിലെ പ്രവർത്തനം 6 കടങ്കഥയാണ്. കടങ്കഥയ്ക്ക് അനുയോജ്യമായ ഉത്തരം എഴുതി യോജിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് കടങ്കഥകൾ നോക്കാം. എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി എന്ന് തന്നിട്ടുണ്ട്. അകത്തറുത്താൽ പുറത്തറിയും. അടുത്തത് ബില്ലാണ് പക്ഷേ ഞാണില്ല കെട്ടാൻ എന്ന് തന്നിട്ടുണ്ട്. മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല. അപ്പൊ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ കടങ്കഥയ്ക്ക് ഉത്തരം വരുന്നത് ഏതാ? ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി എന്ന് പറയുന്നത് ഏതാ? കുടയല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? കുടയുടെ ചുവട്ടില് കുട എന്ന് എഴുതണം, എന്നിട്ട് വരച്ച് യോജിപ്പിക്കണം കേട്ടോ. അടുത്തത് അകത്തറുത്താൽ പുറത്തറിയും. ഏതാ? ചക്കയാണ് അല്ലെ. ചക്കയുടെ ചുവട്ടിൽ എന്ത് ചെയ്യുക? ചക്ക എന്ന് എഴുതുക, എന്നിട്ട് വരച്ച് യോജിപ്പിക്കുക. അടുത്തത് വില്ലാണ് പക്ഷെ ഞാണില്ല കെട്ടാൻ. അപ്പൊ എന്താ? മഴവില്ലാണ് അല്ലെ. മഴവില്ലിന്റെ ചുവട്ടില് മഴവില്ല് എന്ന് എഴുതുക, വരച്ച് യോജിപ്പിക്കുക. അടുത്തത് എന്താ? മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല എന്നാണ് അല്ലെ. ഏതാ ഉത്തരം വരിക? പാവയ്ക്കല്ലേ. പാവയ്ക്കയുടെ ചുവട്ടില് പാവയ്ക്ക എന്ന് എഴുതുക, എന്നിട്ട് വരച്ച് യോജിപ്പിക്കുക. അടുത്തത് ആകാശം. ഉത്തരം വരുന്ന ഒരു കടങ്കഥ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെഴുതാം? ആരാലും അടിക്കാത്ത മുറ്റം എന്ന് എഴുതാം. അല്ലെങ്കിൽ അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവിടെയും കാലില്ല പന്തൽ. അതിലത്തെ ഏതെങ്കിലും ഒന്ന് എഴുതാം കേട്ടോ. അടുത്തത് പ്രവർത്തനം 7 ക്രമപ്പെടുത്താം എന്നാണ്. നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണ് താഴെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഈ ഘട്ടങ്ങളെ ക്രമപ്പെടുത്തി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. നെല്ല് കൊയ്യലാണ് കേട്ടോ, നിലമൊരുക്കലാണ്, ഞാറ് നടിയിലാണ് അല്ലെങ്കിൽ ഞാറു നടൽ എന്നും പറയാം, കറ്റ മെതിക്കലാണ്, വിത്ത് വിതയ്ക്കലാണ് കേട്ടോ. തന്നിരിക്കുന്നത് ശരിയായ ക്രമത്തിലല്ല, അപ്പൊ നമുക്കത് ക്രമപ്പെടുത്തിയിട്ട് എഴുതണം കേട്ടോ. അപ്പോ തന്നിരിക്കുന്ന ചിത്രത്തില് വെച്ചിട്ട് ആദ്യമായിട്ട് നമ്മൾ നെൽകൃഷിയിൽ ചെയ്യുന്നത് എന്താണ്? നിലമൊരുക്കലാണ് ചെയ്യുക അല്ലെ. അപ്പൊ ആദ്യം നിലമൊരുക്കൽ എന്ന് എഴുതാം. പിന്നെ അടുത്തതായിട്ട് ചെയ്യുക എന്താണ്? വിത്ത് വിതയ്ക്കലാണ്. രണ്ടാമത്തേല് വിത്ത് വിതയ്ക്കൽ എന്ന് എഴുതുക. മൂന്നാമത്തത് എന്താണ്? ഞാറ് നടിയിൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഞാറു നടൽ എന്ന് എഴുതാം. നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നെല്ല് കൊയ്യലാണ്. പിന്നെ അടുത്തത് എന്താണ്? കറ്റ മെതിക്കലാണ് കേട്ടോ. പ്രവർത്തനം 8 പ്രാധാന്യം അറിയാം എന്നാണ്. അതില് എയും ബിയും ഉണ്ട് കേട്ടോ. ആദ്യത്തെ എയില് വരച്ച് യോജിപ്പിക്കാം എന്നാണ്. താഴെ കൊടുത്ത ദിനങ്ങളുടെ പ്രാധാന്യങ്ങൾക്ക് അനുയോജ്യമായവയിലേക്ക് വരച്ച് യോജിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ദിവസങ്ങൾ തന്നിരിക്കുന്നത്. ആഗസ്റ്റ് 15, ഒക്ടോബർ 2, ജനുവരി 26, ജനുവരി 30, നവംബർ 14. ഇത്രയാണ് തന്നിരിക്കുന്നത് അല്ലെ. താഴെ നമുക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യ ദിനം, ശിശു ദിനം, അടുത്തത് രക്തസാക്ഷി ദിനം. ആഗസ്റ്റ് 15 ഏതാണ് വരിക? സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് വരച്ച് യോജിപ്പിക്കാം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലേക്ക് വരച്ച് യോജിപ്പിക്കാം. ജനുവരി 30 രക്തസാക്ഷി ദിനം വരച്ച് യോജിപ്പിക്കാം. നവംബർ 14 ശിശുദിനം അതിലോട്ട് വരച്ച് യോജിപ്പിക്കുക. ഇനി അതിലുള്ള ബി ക്വസ്റ്റ്യൻ നോക്കാം. നിറം നൽകൂ എഴുതൂ എന്നാണ്. താഴെ കൊടുത്ത ചിത്രം നോക്കൂ, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ചിത്രം എന്താ? ഇതെന്താ? ദേശീയ പതാകയാണ് അല്ലെ. അപ്പൊ നിറം നൽകുക കേട്ടോ. അപ്പൊ എന്തൊക്കെ എഴുതാം നമുക്ക്? ഇത് നമ്മുടെ ദേശീയ പതാകയാണ് എന്ന് എഴുതാം അല്ലെ. പിന്നെ എന്തെഴുതാം? ദേശീയ പതാകയ്ക്ക് 3 നിറങ്ങളുണ്ട് എന്ന് എഴുതാം. മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ളയും താഴെ പച്ചയും. പിന്നെ എന്തെഴുതാം? മധ്യത്തിലായി അശോക ചക്രവും ഉണ്ട്. ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ദേശീയ പതാകയ്ക്ക് പകരമായിട്ട് നമുക്ക് ചാച്ചാജിയുടെ ചിത്രോ അല്ലെങ്കിൽ ബാപ്പുജിയുടെ ചിത്രോ കൊടുത്തിട്ട് എഴുതാൻ പറയൂ കേട്ടോ. അവരെ കുറിച്ചിട്ട് ഒരു 4 വാക്യങ്ങൾ എഴുതാൻ പഠിച്ചു വെച്ചിട്ട് പോണം കേട്ടോ. പ്രവർത്തനം 9 ജലസ്രോതസ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചിത്രത്തിൽ കാണുന്നത് ഏത് ജലസ്രോതസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. കുളമാണല്ലോ കാണിച്ചിരിക്കുന്നത്. കുളം എന്ന് എഴുതുക കേട്ടോ.
അടുത്തത് ബി ക്വസ്റ്റ്യൻ ഉണ്ട്. അതില് താഴെ കൊടുത്തവയിൽ നിന്നും ജലസ്രോതസ്സുകൾ വരച്ചു യോജിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ജലസ്രോതസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് ജലസ്രോതസ് ഏതൊക്കെയാന്ന് കണ്ടെത്തിയിട്ട് ജലസ്രോതസ്സിലേക്ക് വരച്ചു യോജിപ്പിക്കാനാണ്. അപ്പൊ ആദ്യം മഴവില്ലാണ്. ജലസ്രോതസ് ആണോ? അല്ല. കാറ്റ് അല്ല. തോട് ജലസ്രോതസ്സാണ് അല്ലെ, വരച്ചു യോജിപ്പിക്കാം. അടുത്തത് മിന്നലാണ്, അല്ല. ആമ്പൽ അല്ലല്ലോ. പുഴ ജലസ്രോതസ്സാണ്, വരച്ചു യോജിപ്പിക്കാം. കടൽ ജലസ്രോതസ്സാണ്, വരച്ചു യോജിപ്പിക്കാം. കാട് ജലസ്രോതസ് അല്ല. തടാകം ജലസ്രോതസ്സാണ്, വരച്ചു യോജിപ്പിക്കാം. മരം ജലസ്രോതസ് അല്ല. കിണർ ജലസ്രോതസ്സാണ്, വരച്ചു യോജിപ്പിക്കുക കേട്ടോ. അടുത്തത് സി, ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിനെതിരെ ഒരു പോസ്റ്റർ വാക്യം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് എഴുതാം? കാത്തു സൂക്ഷിക്കാം നമ്മുടെ ജലസ്രോതസ്സുകളെ എന്ന് എഴുതാം അല്ലെ. പ്രവർത്തനം 10 തൊഴിലുകൾ. അതിലെ എ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്ത തൊഴിലുപകരണങ്ങളുടെ പേരെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തൊഴിലുപകരണങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ഒന്ന് നോക്കൂ. ഏതാ തൊഴിലുപകരണമാണ്? മഴു ആണ് അല്ലെ. മഴു എന്ന ചുവട് എഴുതുക കേട്ടോ. മഴു ആരാണ് ഉപയോഗിക്കുക? മരം വെട്ടുകാര് ഉപയോഗിക്കുന്നതാണ് അല്ലെ മഴു. അടുത്തത് നോക്കൂ, ഇതെന്താ? കത്രികയാണ് അല്ലെ. കത്രിക എന്ന ചുവട് എഴുതുക. ആരാണ് കത്രിക ഉപയോഗിക്കുക? മുടി വെട്ടുന്നവര് അല്ലെ, ബാർബർ ആണ് അല്ലെ. അതിലെ ബി ക്വസ്റ്റ്യൻ ആണ്. ചിത്രം നോക്കി തൊഴിൽ ഏതാണെന്ന് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. നമുക്കിവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ് തൊഴിൽ എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ചിത്രം നോക്കൂ, ഡ്രൈവർ ആണ്. ഡ്രൈവർ എന്ന് എഴുതുക. അടുത്തത് എന്താ? പോലീസ് ആണ്. പോലീസ് എന്ന് എഴുതുക. അടുത്തത് എന്താ? ഡോക്ടർ ആണ്. ഡോക്ടർ എന്ന് എഴുതുക. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് മരപ്പണിയാണ് അല്ലെ. മരപ്പണി എന്ന് എഴുതാം. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ട്ടോ. എല്ലാവരും നന്നായിട്ട് എഴുതാം. ഓക്കെ, ബൈ.